ട്രംപ് ഏതോ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഏതോ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വളരെ മോശപ്പെട്ട ഭാഷയിൽ തരം താഴ്ത്തി സംസാരിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, മൂന്നാംകിട യൂട്യൂബേഴ്സിനെ പോലെ അസഭ്യമായ ഭാഷ ഒരിക്കലും ഉപയോഗിക്കരുത് എന്നുള്ളതാണ് എൻ്റെ പോളിസി. പക്ഷേ ഇവിടെ ട്രംപ് പറഞ്ഞ അസഭ്യമായ വാക്കുകൾ പരിഭാഷപ്പെടുത്തുമ്പോൾ ആ അസഭ്യമായ വാക്ക് ഉപയോഗിക്കാതെ ഗത്യന്തരം ഇല്ല. അതിനാൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. വേറെ ഒരു മാർഗവും ഇല്ലാത്തതിനാലാണ് ക്ഷമിക്കുക. ട്രംപ് പറഞ്ഞത് ഏതോ ഒരു രാജ്യം അല്ലെങ്കിൽ ഏതോ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ആസ് കിസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ആസനം മുത്തുകയാണെന്നാണ്. ട്രംപ് ഇത് ഏത് രാജ്യമാണ് അല്ലെങ്കിൽ ഏത് രാജ്യത്തിന്റെ പ്രധാന സേവകനാണ് എന്ന് തുറന്നു പറഞ്ഞിട്ടില്ല. അതിനാൽ ആരാണ് ട്രംപിന്റെ ആസ് കിസ് ചെയ്യുന്നത് എന്ന് നമുക്ക് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ട്രംപ് പരസ്യമായി ഏതോ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ആസനം മുത്തുകയാണ് എന്ന് പറഞ്ഞ് നിർദ്ദയമായി അപമാനിക്കുന്നത് കേട്ടുകൊള്ളൂ. Your companies are peanuts. I don't care how big they are. Because I'm telling you, these countries are calling us up, kissing my ass. They are dying to make a deal. Please, sir, make a deal. I'll do anything, sir. നിങ്ങളുടെ കമ്പനികൾ വെറും പീനട്ടാണ്. അതായത് ഒന്നുമല്ല, വളരെ ചെറുതാണ്, ഒരു വിലയും ഇല്ലാത്തതാണ്. അത് നിങ്ങൾക്ക് എത്ര വലുതാണെങ്കിലും എനിക്ക് ഒന്നുമല്ല. ഞാൻ പറയുകയാണ്, ഈ രാജ്യങ്ങൾ ഞങ്ങളെ വിളിക്കുകയാണ്, ഞങ്ങളുടെ ആസ കിസ് ചെയ്യുകയാണ്, ആസനം മുത്തുകയാണ്. അവർ ഒരു ഡീൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണ്. പ്ലീസ് ദയവായി സാർ, ഞങ്ങളുമായി ഒരു ട്രേഡ് ഡീൽ, വ്യാപാര കരാർ ഉണ്ടാക്കൂ. അതിനുവേണ്ടി ഞങ്ങൾ എന്തിനും തയ്യാറാണ്. ഞങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്യാം സാർ. കേട്ടല്ലോ ട്രംപ് പറഞ്ഞ വാക്കുകൾ. ചില രാജ്യങ്ങൾ ഞങ്ങളുമായി ട്രേഡ് ഡീൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. അത് ചാവാനാണെങ്കിലും ട്രംപിന്റെ ആസനം മുത്താനാണെങ്കിലും. ഏത് രാജ്യത്തെക്കുറിച്ചാണ് ട്രംപ് പറയുന്നത്? ഇവിടെ ട്രംപ് ഒരു രാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ രാജ്യത്തലവന്റെ പേരെടുത്ത് പറയാത്തതിനാൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് ആരാണ് എന്ന് കണ്ടുപിടിക്കാനേ സാധിക്കുകയുള്ളൂ. ചൈനയെക്കുറിച്ചല്ല, ചൈനയുടെ പ്രസിഡന്റ് ഷിയെക്കുറിച്ചല്ല എന്ന് ഉറപ്പാണ്. കാരണം ട്രംപ് ചൈനയ്ക്കെതിരെ താരിഫ് ചുമത്തിയപ്പോൾ ചൈന വെറുതെ കൊണ്ടുകൊണ്ട് നിൽക്കുകയല്ല ചെയ്തത്, മറിച്ച് ട്രംപ് ഏർപ്പെടുത്തിയ താരിഫിന് മറുപടിയായി അതേ നാണയത്തിൽ താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടാണ് ചൈന തിരിച്ചടിച്ചത്. ഇവിടെ സെന്റർ ഫോർ ചൈന ആൻഡ് ഗ്ലോബലൈസേഷന്റെ വൈസ് പ്രസിഡന്റ് വിക്ടർ ഗാവോയുമായി ഒരു മാധ്യമപ്രവർത്തകർ സംസാരിക്കുമ്പോൾ ചൈന ട്രംപിന്റെ താരിഫിനോട് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നത് കേട്ടുകൊള്ളൂ. The problem is that in this scenario, to use your metaphor, the US has the bigger gun, and so China ends up having more to lose from this trade war, doesn't it? You know, it can't sustain the loss of 15% of its export market, i.e. what you export to the US. ഇവിടെ മാധ്യമപ്രവർത്തക ചോദിക്കുകയാണ്, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ തന്നെ ഉപമ ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ തോക്ക് അമേരിക്കയ്ക്കാണ് ഉള്ളത്. അമേരിക്കയുമായുള്ള ട്രേഡ് യുദ്ധത്തിൽ നിങ്ങൾക്കാണ് കൂടുതൽ നഷ്ടപ്പെടാൻ ഉള്ളത്. നിങ്ങൾക്ക് 15% കയറ്റുമതി നഷ്ടപ്പെടുത്തി പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. നിങ്ങളുടെ 15% കയറ്റുമതി അമേരിക്കയിലേക്ക്, ശരിയല്ലേ? Not at all. China is fully prepared to fight to the very end because the world is big enough that the United States is not the totality of the market in the world. So if the United States wants to go in that direction of completely shutting itself out of the China market, be my guest. ഒരിക്കലുമല്ല. ചൈന അവസാനം വരെ പോരാടാൻ റെഡിയായി ഇരിക്കുകയാണ്. കാരണം ലോകം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അമേരിക്ക മാത്രമല്ല ലോകത്തിലെ ട്രേഡ് മാർക്കറ്റ് എന്ന്. അതിനാൽ അമേരിക്ക ചൈനയുടെ മാർക്കറ്റിൽ നിന്നും പൂർണ്ണമായി പിൻവാങ്ങുന്ന നിലയിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ അതിഥിയായിക്കൊള്ളൂ. അതിന്റെ അർത്ഥം ഞങ്ങൾ അതിന് പരിപൂർണമായി തയ്യാറെടുത്തിരിക്കുകയാണ് എന്നാണ്. Yeah, and China will lose the US market, which, as I've said, is 15%. We don't care. China has been here for 5,000 years. Most of the time, there was no United States, and we survived. And if the United States wants to bully China, we will deal with the situation without the United States. And we expect to survive for another 5,000 years. അപ്പോൾ മാധ്യമപ്രവർത്തകർ പറയുന്നത്, അങ്ങനെ വരുമ്പോൾ ചൈനയ്ക്ക് തങ്ങളുടെ 15% വരുന്ന അമേരിക്കൻ മാർക്കറ്റ് നഷ്ടപ്പെടും. അദ്ദേഹം മറുപടി പറയുന്നത്, വി ഡോണ്ട് കെയർ, ഞങ്ങൾക്ക് അത് പുല്ലാണ്. ചൈന 5000 വർഷമായി ഇവിടെയുണ്ട്.
ഈ 5000 വർഷങ്ങളിൽ ഭൂരിഭാഗം സമയത്തും അമേരിക്ക ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഞങ്ങൾ സർവൈവ് ചെയ്തു. അതുകൊണ്ട് അമേരിക്ക ചൈനയെ ഭീഷണിപ്പെടുത്താം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനെ നേരിടാൻ ഞങ്ങൾക്ക് ചങ്കുറപ്പുണ്ട്. എങ്ങനെ വന്നാലും അടുത്ത 5000 വർഷത്തേക്ക് കൂടി ഞങ്ങൾ ഇവിടെ കാണുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അത് മാത്രവുമല്ല, അമേരിക്കയിലെ ചൈനീസ് എംബസി ചെയ്ത ഈ ട്വീറ്റ് കണ്ടോ? ചൈനയിലെ ആളുകൾ മറ്റൊരു രാജ്യത്തെയും ആളുകളെ ഭീഷണിപ്പെടുത്തുകയോ അടിച്ചമർത്തുകയോ കീഴടക്കുകയോ ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയുമില്ല. അതേപോലെ തന്നെ ഒരു വിദേശ ശക്തിയെയും ഞങ്ങളെ ഭീഷണിപ്പെടുത്താനോ അടിച്ചമർത്താനോ കീഴടക്കാനോ ഞങ്ങൾ അനുവദിക്കുകയുമില്ല. ഇത് പറഞ്ഞത് അമേരിക്കയിലുള്ള ചൈനീസ് എംബസിയാണ് എന്ന് ഓർക്കണം. അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് അമേരിക്കയിലെ ചൈനീസ് എംബസി ട്രംപിനോട് തന്റെ ഭീഷണി വേണ്ട എന്ന് നേരിട്ട് പറയുക. അപ്പോൾ ലോകത്തെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയും ഏറ്റവും വലിയ മാനുഫാക്ചറിംഗ് പവർ ഹൗസുമായ ചൈന ട്രംപിന് മുഖമടച്ച് മറുപടി കൊടുത്തത് കേട്ടല്ലോ. 100% ഉറപ്പായി കഴിഞ്ഞു ചൈനയല്ല ട്രംപിന്റെ ആസ് കിസ് ചെയ്യുന്നത് എന്ന്. മെക്സിക്കോയെ കുറിച്ച് അല്ല എന്ന് ഉറപ്പാണ്. കാരണം മെക്സിക്കോയുടെ പ്രസിഡന്റ് ക്ലൗഡിയ ഷൈൻബാം ട്രംപ് മെക്സിക്കോയ്ക്കെതിരെ ഏർപ്പെടുത്തിയ താരിഫിന് മറുപടിയായി അമേരിക്കയ്ക്കെതിരെ അതേ നാണയത്തിൽ തന്നെ താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടാണ് തിരിച്ചടിച്ചത്. കാനഡയെ കുറിച്ചല്ല എന്നും ഉറപ്പാണ്. കാരണം കാനഡയും ട്രംപിന്റെ താരിഫുകൾക്ക് പ്രതികാരമായി അമേരിക്കയ്ക്കെതിരെ അതേ താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടാണ് മറുപടി കൊടുത്തത്. UK കുറിച്ചല്ല എന്നും ഉറപ്പാണ്. കാരണം UK-യും ട്രംപിന്റെ താരിഫുകൾക്ക് മറുപടിയായി അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ് ഉണ്ടായത്. യൂറോപ്പിലെ ഒരു രാജ്യങ്ങളും അല്ല എന്നും ഉറപ്പാണ്. കാരണം എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും അവർക്കെതിരെ ട്രംപ് ഏർപ്പെടുത്തിയ താരിഫിന് തുല്യമായ താരിഫ് അമേരിക്കയ്ക്കെതിരെ ഏർപ്പെടുത്തിയാണ് ട്രംപിന് തക്കതായ മറുപടി കൊടുത്തത്. എന്തിനേറെ പറയുന്നു, ദരിദ്ര ആഫ്രിക്കൻ രാജ്യമായ നമീബിയ വരെ ട്രംപിന്റെ കർണക്കുറ്റിക്ക് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? അനധികൃത ഖനനം തടയുന്നതിന് വേണ്ടി അമേരിക്കയിൽ നിന്നുള്ള യാത്രക്കാർക്ക് വീസ കൂടാതെ പ്രവേശിക്കാം എന്നുള്ളത് നമീബിയ അവസാനിപ്പിച്ചു. അവിടെ ഖനനം നടത്തുന്ന 500-ലധികം അമേരിക്കൻ പൗരന്മാരോട് ഉടനെ തന്നെ നാടുവിടാൻ അവർ ഉത്തരവിട്ടു. അപ്പോൾ അവർ വരെ ട്രംപിനോട് തന്റെ കളി ഇവിടെ നടപ്പില്ല, പോയി പണി നോക്കാൻ ആണ് പറഞ്ഞത്. അപ്പോൾ ഒരേ ഒരു രാജ്യമേ അല്ലെങ്കിൽ ഒരേ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മാത്രമേ ട്രംപ് താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ മുട്ടുമടക്കി നിന്ന് എന്തു വേണമെങ്കിലും ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞ് നടുവ് കുനിച്ച് നിന്നുകൊടുത്തത്. മോദി അമേരിക്കയിൽ ചെന്നപ്പോൾ മോദിയെ സ്റ്റേജിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെ റെസിപ്രോക്കൽ താരിഫ് ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. ഇത് കേട്ട് വെറുതെ ചിരിച്ചുകൊണ്ട് നിൽക്കുക മാത്രമാണ് മോദി ചെയ്തത്. മോദി തന്റെ അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ് ഇന്ത്യയിൽ തിരിച്ചെത്തി അതിനുശേഷം വളരെയേറെ പ്രാവശ്യമാണ് ഇന്ത്യക്കെതിരെ ട്രംപ് ആക്ഷേപങ്ങൾ ചൊരിയുകയും ഇന്ത്യ അബ്യൂസറാണ്, ഇന്ത്യക്കെതിരെ കനത്ത താരിഫ് ചുമത്തും എന്നൊക്കെ പറഞ്ഞത്. ട്രംപ് മാത്രമല്ല, ട്രംപ് അഡ്മിനിസ്ട്രേഷനിലെ വളരെയേറെ ആളുകളാണ് മോദിയുടെ ഇന്ത്യയെ അപമാനിച്ചത്. അതും മോദി തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന് വിളിക്കുന്ന ട്രംപാണ് മോദിക്കിട്ട് ഈ പണി കൊടുത്തത് എന്ന് ഓർക്കണം. ട്രംപ് മോദിയെക്കുറിച്ചാണ് ഇത് പറഞ്ഞത് എന്ന് ട്രംപ് പറഞ്ഞിട്ടേയില്ല. എന്നാൽ മോദിയുടെ ഇന്ത്യ മാത്രമാണ് ട്രംപ് പറഞ്ഞതെല്ലാം കേട്ട് നാവു ചലിപ്പിക്കാതെ വിധേയനായി നിന്നുകൊടുത്തത്. ലോകത്തിലെ മറ്റൊരു രാജ്യവും അങ്ങനെ ചെയ്തിട്ടില്ല. ഇവിടെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വളരെയേറെ സാധനങ്ങൾക്ക് 0 താരിഫ് ഏർപ്പെടുത്താൻ, അതായത് താരിഫ് ഒന്നുമില്ലാതെ അമേരിക്കയ്ക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ അനുമതി കൊടുക്കുന്ന കാര്യത്തിന് ഇന്ത്യക്ക് തുറന്ന മനസ്സാണ് ഉള്ളത് എന്ന്. അപ്പോൾ ട്രംപ് ഇന്ത്യക്കെതിരെ കനത്ത താരിഫ് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയുടെ മറുപടി, കുഴപ്പമില്ല സാർ, നിങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മിക്ക സാധനങ്ങൾക്കും ഒരു താരിഫും ഇല്ലാതാക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ്. ഇവിടെ മോദി അമേരിക്ക സന്ദർശിച്ചപ്പോൾ ട്രംപിനെ ഹസ്തദാനം ചെയ്യുന്ന ഈ ചിത്രം തന്നെ കണ്ടാൽ അറിയാം ഒരു വിധേയനെ പോലെയാണ് നിൽക്കുന്നത് എന്ന്. അതുപോലെ ട്രംപ് പറഞ്ഞത് പുള്ളി ഉദ്ദേശിച്ച രാജ്യം സാർ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ, ഞങ്ങൾ എന്തിനും തയ്യാറാണ് സാർ എന്ന് പറഞ്ഞു എന്നാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒന്നും ഈ സാർ വിളിയില്ല. അവിടെ പ്രസിഡന്റിനെ മുതൽ ഏത് വലിയവനെയും പേരാണ് വിളിക്കുക. പോലീസുകാരെയും ആരും സാർ എന്ന് വിളിക്കാറില്ല. മറിച്ച് പോലീസുകാർ പലപ്പോഴും ജനങ്ങളെ സാർ എന്ന് സംബോധന ചെയ്യാറുണ്ട്. ലോകത്തിൽ സാർ എന്ന് വിളിക്കുന്ന ഏക രാജ്യം ഒരുപക്ഷെ ഇന്ത്യ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം വികസിത രാജ്യങ്ങളെല്ലാം എല്ലാവരെയും തുല്യരായിട്ടാണ് കാണുന്നത്. അവിടെ ആരും സാറുമാറില്ല. നമുക്ക് തന്നെ അറിയാം, പലപ്പോഴും വിവരം കെട്ട നോർത്ത് ഇന്ത്യൻ സംഖ്യകൾ
കേരളീയരെ കേരള സാർ, 100% ലിറ്ററസി സാർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത്. അപ്പോൾ ഈ സാർ വിളിയും ഒരു സാഹചര്യ തെളിവാണ്. അങ്ങനെ ലഭ്യമായ എല്ലാ സാഹചര്യ തെളിവുകളും വെച്ച് നോക്കുമ്പോൾ ആരാണ് ഞങ്ങൾ എന്തിനും തയ്യാറാണ് സാർ എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിന്റെ ആസ് കിസ് ചെയ്യുന്നത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? മോദിയെ ഉദ്ദേശിച്ചല്ല ട്രംപ് ഇത് പറഞ്ഞത് എന്നാണ് എൻ്റെ പക്ഷം. കാരണം മന്ദഭക്തർ പറയുന്നതനുസരിച്ച് മോദി 56 ഇഞ്ച് നെഞ്ചളവ് ഉള്ളവനാണ്. മോദിയുടെ പേരിൽ അമേരിക്ക ഉൾപ്പെടെ ലോകം മൊത്തം പെരുമ്പറ മുഴക്കുകയാണ്. അതുപോലെ മോദി വിശ്വഗുരുവും ആണ്.